ആദ്യമേ തന്നെ എലൈറ്റ് അക്കാദമിയുടെ പേരിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് പ്ലെയറാണ്. പ്ലെയർ സോങ്ങിനായി യൂട്യൂബ് ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നത് അനാമിക വിയർ ആൻഡ് ജിഷ്ണ കെയെ ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാശങ്ങൾ ഏകനേ ഞങ്ങൾക്കിപ്പോഴും. I'm Gopalkrishnan, UG second batch, student of this Elite Academy. In this morning, it's my privilege to welcome you all for the auspicious occasion of coming to us. Being a student of this academy, I am really happy and enjoying the days for me. At the same മറ്റൊരു സെക്ടറും അല്ല നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള. അപ്പോൾ നിങ്ങളെ ഒരു ഈ നിങ്ങൾ എൻട്രി ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. 8.8% ഗ്രോത്ത് റേറ്റ് ലോജിസ്റ്റിക്സിന് ഉണ്ടാവണം എന്നുള്ളത് മസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് നെഗോഷിയേഷൻസ്, ഇൻവെന്ററി, ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. വേറൊരു കോഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എ സി മെക്കാനിക്കായിട്ട് നിങ്ങൾ ഒരു ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയപ്പെട്ട എ സി മെക്കാനിക് എന്ന് അറിയപ്പെടും അല്ലേ? അതേസമയത്ത് ഈ ഒരു കോഴ്സ് നിങ്ങൾ നന്നായി പാസ്സായി പഠിച്ച് ഇവിടെ നിന്ന് പാസ്സായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അതേ സ്കോപ്പ് തന്നെ നിങ്ങൾക്ക് വേറെ ദിവസത്തെ ഇല്ലാതെ വർക്ക് ചെയ്യും. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വേണ്ടി പറഞ്ഞത് ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ്. ഇതൊരു മോശം സ്ഥലമല്ല. ആൻഡ് ഇറ്റ് ഈസ് എ റൈറ്റ് സബ്ജക്ട് വിച്ച് യു നിങ്ങൾ എടുത്ത സബ്ജക്റ്റോ സിലബസോ മോശമോ അതും മോശമല്ല. This is myself. Mine is Dilraj. ഞാൻ ഇവിടെ ഫൈനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഹെഡാണ്. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് നാളായിരുന്നു. ഓക്കെ, അതിന് മുൻപ് ഞാൻ ദുബായിൽ സെൻട്രൽ ബാങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഓക്കെ, ഒരു 6 months കഴിയുമ്പോഴായിരിക്കും നമ്മുടെ പ്ലേസ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്ലേസ്മെന്റിൽ നമുക്ക് മെയിൻ ആയിട്ട് പാരന്റ്സിന്റെയും സ്റ്റുഡൻസിന്റെയും എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ പിന്നെ നമ്മളൊരു ജോലിക്കാക്കി അവിടെ പോയി എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അപ്പൊ പാരന്റ്സിനെ വിളിക്കും. നമുക്കത് പറ്റില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് പാരന്റ്സ് എന്ത് ചെയ്യും? കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്നോ, നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലി നോക്കാൻ പറയുന്ന ചേച്ചി പറയും. പക്ഷെ നിങ്ങൾ ഫ്രഷേഴ്സ് ആണ്. അപ്പൊ ഞാനാണെങ്കിൽ ആദ്യമായിട്ട് എനിക്കൊരു ജോലിക്ക് കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഫ്യൂച്ചർ, ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ പാരന്റ്സും സ്റ്റുഡൻസും നമ്മുടെ പ്ലേസ്മെന്റിൽ എന്ത് ചെയ്യുക? നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ക്ലാസ്സിലാക്കിയിരിക്കുകയാണ്. സബ്ജക്ട് മെയിനായിട്ട് പറയാനുള്ളത് അച്ചടി ഡിസിപ്ലിൻ. അത് നമുക്ക് വേണം. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വന്നവരാണ് കുറച്ച് ഉണ്ടാവും. അത് വേണം നിങ്ങൾക്ക്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക, നന്നായി പഠിക്കാൻ ശ്രമിക്കുക. HOD ആണ് നമ്മുടെ UG ഡിപ്പാർട്ട്മെന്റിന്റെ. നമ്മുടെ HOD ജ്യോതിക മാം ഹൈദരാബാദിലാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഹൈദരാബാദിൽ പ്ലേസ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടി പോയേക്കാണ്. വളരെ നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് UG ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അതിൽ ഇടപെടും. സോ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സോ താങ്ക് യു. എന്റെ പേര് സിബിന്നാണ്. ഞാൻ ബീച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് HOD-യാണ്. കൂടെ തന്നെ UG-ക്കാർക്ക് ഞാൻ എടുത്തത് സബ്ജക്ട് ഷിപ്പിംഗ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ലോജിസ്റ്റിക്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എല്ലാവരും. അപ്പോ മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ള ഒരു നോളജ്, ബേസിക് നോളജ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ എല്ലാ ടീച്ചേഴ്സും അവരുടെ സബ്ജക്ട്സിൽ നിങ്ങൾക്ക് സബ്ജക്ട്സ് ഓരോ സബ്ജക്ട്സിന് കിട്ടുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനെ കുറിച്ചിട്ടുള്ള ബേസിക് നോളജ് വേണം. നമ്മൾ ജോബിന് പോകുമ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ ആണ് വരിക. എന്നാലും കൂടി നമുക്കൊരു ബേസിക് നോളജ് വേണം. ഈ ഒരു സിലബസിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന
സബ്ജക്റ്റ് ആണ് അത്. അതിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് പുതുതായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ഈ ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ അതിനായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് ഡേഞ്ചറസ് ഫുഡ്സ് ഐറ്റംസിനെ കുറിച്ചാണ്. നമുക്കറിയാം പല ഡേഞ്ചറസ് ഫുഡ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ പല കമ്പനീസിൽ നമുക്ക് ജോലി ഓഫർ കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പ്രൊഡക്റ്റ് പ്രൊസീജിയർ എന്നുള്ള ഒരു ടോപ്പിക്ക്. സോ എല്ലാവർക്കും അഗൈൻ ഓൾ ദി ബെസ്റ്റ്. പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.